Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 90th ലെസൺ ആണിത്. ഈ ലെസണിലൂടെ മാക്സ് ടാബ്സ് എന്ന പ്ലഗിൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് പ്രൊജക്റ്റുകൾ മാക്സിൽ ടാബ്സ് ആയി ഓപ്പൺ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലഗിൻ ആണിത്. നമുക്ക് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ മാക്സ് ഓപ്പൺ ചെയ്യാതെ തന്നെ മാക്സിൽ ടാബുകളായി ഡിഫറെന്റ് പ്രൊജക്റ്റുകളെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യുന്നതിലൂടെ വളരെ ഫാസ്റ്റായി മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഫയൽസിനെ സേവ് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും വളരെ ഫാസ്റ്റായി നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു മാക്സ് ടാബ്സ് 3ds Maxൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ X പ്രസ് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ഓൾ ആക്ഷൻസ് എന്ന ഈ ഒരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ മാക്സ് ടാബ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗിൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലഗിന്റെ ടൂൾ ബാർ ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ടൂൾ ബാറിനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഈ ഒരു ടൈം സ്ലൈഡറിന്റെ താഴെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഈ ഒരു മാക്സ് ടാബ്സിൽ കോൺഫിഗർ എന്ന ഈ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മാക്സ് ടാബ്സിനെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഓപ്ഷൻസിൽ എമൗണ്ട് ഓഫ് ടാബ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ടായി 3 ആണ് സെറ്റ് ആയിട്ടുള്ളത്. നമുക്ക് 3ൽ കൂടുതൽ 3ds Max ഫയൽസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ്സിൽ അതിനനുസരിച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 5 എന്ന നമ്പർ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. 5 എന്ന നമ്പർ സെറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 5 ടാബ്സ് ലഭിക്കുന്നതാണ്. അടുത്തതായി വിഡ്ത്ത് ഓഫ് ടാബ്സ് എന്ന ഈ ഒരു ഓപ്ഷനും നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ടാബ്സ് നോർമൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു നോർമലിന് പകരം മെഗാ സ്മോൾ, കോമ്പാക്ട്, ഡബിൾ എക്സൽ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഈ ഡബിൾ എക്സൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാം നമ്മൾ ഈ ഒരു ടാബ്സിന്റെ സൈസ് ഇവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു മാക്സ് ടാബ്സിന്റെ ടൂൾ ബാറും നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കുവാനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഡബിൾ എക്സൽ എന്ന ഈ ഒരു ടാബിന്റെ സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നോർമൽ എന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. മെഗാ സ്മോൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 3ds Maxന്റെ ഈ ഒരു ടാബ്സ് ഇവിടെ ചെറിയ ഐക്കൺസ് ആയിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ടാബിന്റെ സൈസ് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ നോർമൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തായി പ്രിവ്യൂ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ആക്റ്റീവ് ടാബിന്റെ കളേഴ്സ് യെല്ലോ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് വേറൊരു കളറിൽ ആക്റ്റീവ് ടാബിനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്ലൂ ആണ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ ബ്ലൂ സെലക്ട് ചെയ്യാം. ഇനി ഒരു കോൺഫിഗറേഷനിൽ ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് ടാബ് യെല്ലോയിന് പകരം നമുക്കിവിടെ ബ്ലൂ ആയി ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിലെല്ലാം ഈ ഒരു ടാബ്സിനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ എന്ന ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടാബിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് റീസെറ്റ് ചെയ്യുന്നതിനായി ലോഡ് ഡിഫോൾട്ട് വാല്യൂസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ചേഞ്ചസും റീസെറ്റായി നമുക്ക് പഴയ പോലെ ഡിഫോൾട്ട് സെറ്റിംഗ്സിലുള്ള മാക്സ് ടാബ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഡിഫോൾട്ട് രീതിയിലുള്ള 3 ടാബ്സ് ആണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. അടുത്തായി സേവ് സെഷൻ എന്ന ഓപ്ഷനാണ്. നമ്മൾ ഒരു ടാബിലേക്ക് ഒരു സീൻ ആഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സീനിനെ സേവ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ലോഡ് സെഷൻ എന്ന ഈ ഒരു ബട്ടനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ടാബിൽ നിന്ന് സീൻസിനെ റീപ്ലേസ് ചെയ്യുവാൻ നമുക്ക് ഈ ഒരു ലോഡ് എന്ന ഈ ഒരു ബട്ടണിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി റീസെന്റ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീസെന്റ് ആയി ഓപ്പൺ ചെയ്ത ഫയൽസ് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്ക് ഇതുപോലെ റീസെന്റ് ഫയൽസിനെ
പ്രിവ്യൂ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ലോഡ് ചെയ്യുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. വളരെ ക്വിക്കായി നമ്മൾ റീസെന്റ് ഓപ്പൺ ചെയ്ത ഫയൽസിനെ ഓപ്പൺ ചെയ്യുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഈ മാക്സ് ടാബ്സ് എന്ന പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ടാബ്സ് ആഡ് ചെയ്യുവാനും ആവശ്യമുള്ളത്ര സീൻസിനെ ഓരോ ടാബിലേക്കും ആഡ് ചെയ്തുകൊണ്ട് ഫാസ്റ്റായി ഓരോ സീനിനെയും സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്യുവാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. ഇതിലൂടെ 3ds Maxൽ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസിയായി മാറുന്നതാണ്. ഓരോ ടാബുകളിലും പ്രിവ്യൂ ചെക്ക് ചെയ്യുവാനും ആ ഒരു ടാബിലെ ഫയൽസിനെ സേവ് ചെയ്യുവാനും ക്ലിയർ ചെയ്യുവാനും എല്ലാം നമുക്ക് ഈ ഒരു മാക്സ് ടാബ്സ് എന്ന പ്ലഗിനിലൂടെ സാധിക്കുന്നതാണ്. അടുത്ത ഈ ഒരു മാക്സ് ടാബ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ നമുക്ക് ചെക്ക് ചെയ്യാം. കോപ്പി പേസ്റ്റർ പ്രോ എന്ന ഈ ഒരു ടൂളാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ഒരു കോപ്പി പേസ്റ്റർ പ്രോ യൂസ് ചെയ്തുകൊണ്ട് ക്വിക്കായി കോപ്പി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ക്വിക്കായി നമുക്ക് കോപ്പി ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്വിക്കായി കോപ്പി ചെയ്ത ഫയൽസിനെ പേസ്റ്റ് ചെയ്യുവാൻ ക്വിക്ക് ലോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു കോപ്പി പേസ്റ്റർ പ്രോ മാനേജർ എന്ന ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഏത് ടാബിലേക്കാണോ ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ടാബ് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു സീനിലേക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ടാബ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ടൂൾ ബാറിൽ മാനേജ് ടാബ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. മാനേജ് ടാബ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ടാബുകളുടെ ഓർഡർ ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ ഇതിൽ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു മാക്സ് ടാബ്സ് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് ഇതിലൂടെ സോൾവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലഗിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.